നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിലെ വിഷുഫലത്തിൽ പറയുന്ന ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചിട്ട് അതിലെ ദശാപഹാരം മനസ്സിലാക്കുക. കൂടെ ഈ ഒരു വർഷത്തിൽ തന്നെ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. അതിൻ്റേതായ ഗുണദോഷ ഫലങ്ങളും ജീവിതത്തിൽ വരും. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ജാതകത്തിൽ വരുന്ന ദോഷങ്ങളുടെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ കൂടുതലായി ജീവിതത്തിൽ വരികയും ചെയ്യും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജാതകത്തിലുണ്ടാകുന്ന ദോഷ അനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാ മാസവും നടക്കാറുള്ള സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ദോഷങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും. പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിൽ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും. എടുത്തുചാട്ടം അബദ്ധത്തിൽ പോയി വീഴുവാൻ സാധ്യത ഉള്ളതിനാൽ നിങ്ങളുടെ പ്രവൃത്തി വളരെ ആലോചിച്ച് ആയിരിക്കണം. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചാൽ അവിടെയും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സൽകീർത്തി, സജ്ജനങ്ങളുമായുള്ള സ്നേഹം, അതായത് സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതിയിൽ എത്തിക്കും. സാമ്പത്തിക വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ പാലിക്കുക. സാമ്പത്തികം നിങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അത് ചിലവാക്കാതെ സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം വരുന്ന വരുമാനത്തെക്കാളും കൂടുതൽ ചിലവുകൾ ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദേവാലയ ദർശനങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ ദോഷങ്ങൾ കുറയുകയും